ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മള് കുറേ ദിവസത്തിന് ശേഷം 25, 26 കഴിഞ്ഞു. ഇപ്പൊ 30-ാം തീയതി ആവുമ്പോഴാണ്. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ്. ക്രിസ്മസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ന്യൂ ഇയർ ആവാൻ പോവാണ്. എന്നിട്ട് വരെ ഞാൻ ഇപ്പോഴാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, നമ്മുടെ ക്യാമറാമാൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പുറത്തത്തെ ഇതിൽ ഈ കാണുന്ന കുറച്ച് ഇലകളും ഒക്കെ പറിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ ആ കാണുന്ന മരത്തിലായിരുന്നു ചെയ്യാമെന്ന് വിചാരിച്ചു, മഞ്ഞ കളർ കേട്ടോ. അപ്പോൾ വിചാരിച്ചതും ഞാൻ രണ്ടാളും കൂടി ചെയ്തതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്യാമറാമാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതിരി ഇവിടെ. അപ്പോൾ നമ്മൾ ഈ നക്ഷത്രവും പിന്നെ അതുപോലെ തന്നെ ബോൾസൊക്കെ ഇല്ലേ, അത് ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ കയ്യിൽ നക്ഷത്രമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ ഒട്ടിച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തൂക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ നൂല് വെച്ച് കെട്ടും. എന്നിട്ട് ഇവിടെ മൊത്തം നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ആ സാധനങ്ങളൊക്കെ വെക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നൂല് വെച്ചിട്ടാണ് കെട്ടാൻ. നൂലും കത്രികയും ഉണ്ട്. കത്രിക നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള ഇത്തിരി ഇലകളൊക്കെ പറിച്ച് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഗൈസ് അതിൻ്റെ അടുത്ത് നമുക്ക് വെട്ടിയേക്കാണിത്. അപ്പോൾ നമുക്ക് തിന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതാ ഇവിടെ വെക്കാൻ സ്ഥലം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഇലകളൊക്കെ സ്റ്റാറാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഡപ്പയിൽ ഇത്തിരി കല്ല് വെച്ചിട്ടാണ് ചെയ്തത്. ഈ കല്ല് വേണ്ടാന്നുള്ളവർക്ക്, കല്ല് വീട്ടിലില്ല എന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഇവിടെയൊക്കെ മുറ്റം കല്ലുണ്ടാവില്ല. അതുകൊണ്ട് അവർക്കൊക്കെ ഈ മുറ്റം അല്ലെങ്കിൽ മണ്ണൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുത്തി വെക്കാവുന്നതാണ്. ഇതിനെ അലങ്കരിക്കാനുള്ള സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. ഇത് ഒരു കുളത്ത് പോലെ ഞാൻ ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ്. ഇത് നമുക്ക് ഈ ഓരോരോ ലീഫിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കാണാം. ഇത് നമുക്ക് അലങ്കരിക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ കൊളുത്ത് പോലത്തെ സാധനം നമ്മൾ ഇവള് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വശവശമൊക്കെ നമ്മളതിലുണ്ട്. അത് നമുക്ക് ഈ ഒരു അപ്പോൾ ഇതിലോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ആ ഒരു ഇത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഇതുപോലെ തന്നെ ഒരു കുളത്ത്, ഇത് നമ്മൾ ക്യാമറാമാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വേണ്ട, ഇവിടെ വെക്കണ്ടായിരിക്കും. അയ്യാ കൂടുതൽ സേഫ്. നമ്മളെ ക്രിസ്മസ് ട്രീ എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞ അപ്പുറത്ത് വിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ നമുക്ക് ഇത്ര അലങ്കാരം പണികളൊക്കെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കും. വട്ടമുണ്ട്. ഈ വട്ടങ്ങളൊക്കെ കുറേ വെക്കാണ്ട്, നീളം കൂടിയ വട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറേ പേര് എങ്ങനെ ഉണ്ടാക്കിയ ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കണ്ട. ഇനി ഇതുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതുണ്ടാക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇറങ്ങാം. നമുക്ക് ഇതുപോലത്തെ ഇലകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇല എടുക്കും. നീളം കൂടിയ ഇല വേണം നമ്മൾ എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ഇതുപോലെ, അപ്പോൾ കൊളാവോന്ന് അറിയില്ലേ, നമ്മൾ മുമ്പ് ഉണ്ടാക്കിയതാണ്. കുഞ്ഞൂരലായിപ്പോയി. യെസ്, കുഞ്ഞിലായിപ്പോയി. ഓക്കെ, ഇത്തിരി നല്ല വലുത് വേണം പൊട്ടിക്കാൻ. എന്നിട്ട് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കണം. എനിക്ക് മനസ്സിലായോന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഈ ഒരു ഇല നമ്മൾ കിട്ടുന്ന രീതിയിൽ ഇത്തിരി ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഉണ്ടാക്കി വണ്ടർഫുൾ. ഒന്നും കൂടി നമ്മൾ കാണിച്ചു തരാം. ഇതുപോലെ കെട്ടുന്ന രീതിയിൽ നമ്മളാക്കുക. അത്ര വലിക്കണ്ട, വലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടും. അത് വേറെ കാര്യം. പിന്നെ ആ കെട്ടിയിൽ ആ ഒരു ഇല ഉണ്ടല്ലോ, അതും പിന്നെ നമ്മുടെ
ഒരു തണ്ടും കൂടി കൂട്ടിച്ചേർക്കുക. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ ഗൈസ്? ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഇതാണ് വലിയ ക്രിസ്മസ് ട്രീ ആണ്. നമുക്ക് അത്രയ്ക്ക് പറ്റില്ല. നമുക്കിതാ ഇതുവരെ എനിക്ക് എത്തുള്ളൂ. ക്യാമറാമാന് ആ ഒരു ഇതുവരെയൊക്കെ എത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് എത്തൂല. കിട്ടണമെങ്കിൽ തന്നെ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലിലേക്ക് കൂടി അടിക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്ക് നമുക്ക് എങ്ങനെയാണ് നോക്കാം. വെരി വെരി ഹാപ്പി ക്രിസ്മസ്.